എന്ന കോൺഗ്രസ് നേതാവിനെ ഇടുക്കിയിൽ നിന്നും കെട്ടുകെട്ടിച്ചത് പി.ജെ. ജോസഫിന്റെ കുടില ബുദ്ധി. മുൻ ഇടുക്കി MP ആയിരുന്ന P.T. തോമസ് 2014 നാണം കെട്ട് അവിടെ നിന്നും കരഞ്ഞുകൊണ്ട് നാടുവിടാൻ കാരണക്കാരൻ സാക്ഷാൽ P.ജെ. ജോസഫ് ആയിരുന്നു എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ പുറത്ത്. ബദ്ധശത്രുക്കളായിരുന്ന P.T. തോമസും P.ജെ. ജോസഫും ഏറെ വർഷങ്ങളായിട്ട് തിരഞ്ഞെടുപ്പുകളിൽ തൊടുപുഴയിൽ ഇവർ തമ്മിലുള്ള മത്സരമായിരുന്നു നടന്നു വന്നിരുന്നത്. പലതവണ P.T. തോമസ് എന്ന കോൺഗ്രസ് നേതാവിന് മുന്നിൽ ജോസഫ് പരാജയപ്പെട്ടു. പിന്നീട് K.M. മാണിയുടെ പാർട്ടിയുമായുള്ള ലയനത്തിനു ശേഷമാണ് ജോസഫ് ഗ്രൂപ്പ് തൊടുപുഴ മണ്ഡലത്തിൽ സേഫ് ആയത്. ഇടുക്കി MP ആയിരുന്ന P.T. തോമസ് വളരെ നല്ല പ്രവർത്തനമായിരുന്നു അവിടെ കാഴ്ചവെച്ചിരുന്നത്. എന്നാൽ തോമസിനോട് ആജീവനാന്തം ശത്രുത പുലർത്തിയിരുന്ന ജോസഫ് ആകട്ടെ ഇടുക്കി മെത്രാൻ മാർ ആനിക്കുഴിക്കാട്ടിലിനെ P.T. തോമസിനെതിരെ തിരിക്കുകയായിരുന്നു. ഇടുക്കി രൂപതയുടെ സപ്പോർട്ടില്ലാതെ UDFന് അവിടെ ജയിക്കുക അസാധ്യമായിരുന്നു. P.ജെ. ജോസഫിന്റെ അരമന നിരങ്ങളും ഓതിക്കൊടുക്കലും വിശ്വസിച്ച ആനിക്കുഴിക്കാട്ടിൽ പിതാവ് P.T. തോമസിന് എതിരായി മാറി. പിന്നീട് സാക്ഷാൽ K.M. മാണി P.T. തോമസിന് സീറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് പോലും P.ജെ. ജോസഫ് വഴങ്ങിയില്ല. തന്നെ തോൽപ്പിച്ച തോമസിനു വേണ്ടി പണിയെടുക്കാൻ സാധിക്കില്ല എന്നതായിരുന്നു ജോസഫിന്റെ നിലപാട്. മാത്രമല്ല തന്റെ വലം കൈയായ ഫ്രാൻസിസ് ജോർജിന് സീറ്റ് നൽകണമെന്ന് ജോസഫ് കടും പിടുത്തം പിടിക്കുകയും ചെയ്തു. 3 വട്ടം തോറ്റ ഫ്രാൻസിസിന് സീറ്റ് നൽകില്ല എന്ന നിലപാടെടുത്ത K.M. മാണിയും ഉമ്മൻചാണ്ടിയും P.T. തോമസിനു വേണ്ടി നിലകൊള്ളുകയും ചെയ്തു. എന്നാൽ പിന്നീട് അന്നത്തെ KPCC പ്രസിഡന്റ് VM സുധീരനെ P.ജെ. ജോസഫ് പോയി കാണുകയും P.ടിക്ക് സീറ്റ് നൽകാൻ ജോസഫ് വിഭാഗം പ്രവർത്തിക്കില്ല എന്ന ഭീഷണി മുഴക്കുകയും ചെയ്തു. ജോസഫിന്റെ ഭീഷണിയും ഇടുക്കി മെത്രാന്റെ കടും പിടുത്തവും കൂടിയായപ്പോൾ P.T. തോമസിന് കരഞ്ഞുകൊണ്ട് ഇടുക്കിയിൽ നിന്നും പടിയിറങ്ങേണ്ടി വന്നു. ഈ സംഭവത്തിന് ശേഷമാണ് തോമസിന് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ആരംഭിച്ചത്. മറ്റു കോൺഗ്രസുകാരിൽ നിന്നും എന്നും വ്യത്യസ്തനായിരുന്നു P.T. തോമസ്. നിലപാടിൽ തോൽക്കാത്ത P.ടിയെ അർബുദം കീഴടക്കുമ്പോൾ കേരളത്തിന് നഷ്ടമായത് വേറിട്ട ഒരു രാഷ്ട്രീയക്കാരനെയും ആദർശ രാഷ്ട്രീയത്തിന്റെ കണ്ണിയെയുമായിരുന്നു. പരിസ്ഥിതി രാഷ്ട്രീയത്തിന് അനുകൂലമായി നിലപാട് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ തന്റെ സിറ്റിംഗ് സീറ്റ് നിഷേധിക്കപ്പെട്ടപ്പോഴും P.ടി. തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ അനുകൂലിച്ച് നിലപാട് സ്വീകരിക്കുമ്പോൾ അത് ഇടുക്കിയിലും മധ്യ കേരളത്തിലും പാർട്ടിയുടെ വോട്ട് ബാങ്കായ കത്തോലിക്ക സഭയ്ക്ക് വിരുദ്ധമായ നിലപാടാണെന്ന് ബോധ്യമുണ്ടായിരുന്നെങ്കിലും താൻ പറഞ്ഞത് ശരിയാണെന്ന് കാലം തെളിയിക്കുമെന്നായിരുന്നു P.ടിയുടെ വാദം. 2009 ഇടുക്കിയിൽ നിന്ന് വിജയിച്ച അദ്ദേഹത്തിന് 2014 വീണ്ടും സീറ്റ് നൽകിയാൽ തോൽക്കുമെന്ന് ഉറപ്പാണെന്ന് പാർട്ടി നേതൃത്വം വിലയിരുത്തിയപ്പോഴും P.ടി. പതറിയില്ല. പാർട്ടി സീറ്റ് നിഷേധിച്ചു. കോൺഗ്രസിന്റെ ആ പരീക്ഷണവും പാളി. P.ടിക്ക് പകരം നിർത്തിയ സ്ഥാനാർത്ഥിയും തോറ്റു. പിന്നീട് 2016 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൃക്കാക്കരയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചാണ് വീണ്ടും നിയമസഭയിലെത്തിയത്. 2021 അദ്ദേഹം തൃക്കാക്കരയിൽ നിന്ന് വിജയിച്ചു. KSUവിലൂടെ വളർന്നു വന്ന നേതാവായ അദ്ദേഹം ഒരു കാലത്ത് തീവ്ര A ഗ്രൂപ്പ് വക്താവായിരുന്നു. വലുപ്പച്ചെറുപ്പം നോക്കാതെ നേതാക്കളെ ചോദ്യം ചെയ്യേണ്ടിടത്ത് അതിന് മുന്നോട്ട് വന്നു എന്നത് P.ടിയുടെ സവിശേഷതയാണ്. അതിന്റെ പേരിൽ തനിക്കുണ്ടായ രാഷ്ട്രീയ നഷ്ടങ്ങൾ പോലും അദ്ദേഹം വകവെച്ചിരുന്നില്ല. A ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് P.ടി എന്നും CPMനെയാണ് കടന്നാക്രമിച്ചത്. നിയമസഭയ്ക്കകത്തും പുറത്തും ഈ നിലപാട് അദ്ദേഹം അവസാന കാലത്തും ഉയർത്തിപ്പിടിച്ചിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നിലപാട് സ്വീകരിക്കാനും P.ടി മടിച്ചിട്ടില്ല. തൊടുപുഴ നിയമസഭാ മണ്ഡലത്തിൽ P.ജെ. ജോസഫിനെ മലർത്തിയടിച്ച തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അദ്ദേഹം അത്ഭുതം സൃഷ്ടിച്ചിരുന്നു. 1991, 96, 2001, 2006 കാലഘട്ടത്തിലാണ് അദ്ദേഹം തൊടുപുഴയുടെ MLA ആയി നിയമസഭയിലെത്തിയത്. ഏതൊരു വിഷയത്തിൽ നിലപാട് സ്വീകരിക്കുമ്പോഴും അദ്ദേഹം കൃത്യമായി കാര്യങ്ങൾ പഠിച്ചിരുന്നു. പ്രതിപക്ഷ നിരയിൽ ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന പോരാളി കൂടിയായിരുന്നു P.ടി. A ഗ്രൂപ്പിൽ പ്രവർത്തിക്കുന്ന കാലത്ത് ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായിരുന്നു അദ്ദേഹം. ഗാഡ്ഗിൽ വിഷയത്തിൽ സീറ്റ് നഷ്ടപ്പെട്ട അദ്ദേഹത്തിന് 2016 തൃക്കാക്കരയിൽ മത്സരിപ്പിച്ചത് സിറ്റിംഗ് MLA ബെന്നി ബെഹനാനെ മാറ്റിയ ശേഷമായിരുന്നു. അന്ന് KPCC പ്രസിഡന്റായിരുന്ന VM സുധീരന്റെയും മുന്നണി നേതാക്കളായ K.M. മാണിയുടെയും P.K. കുഞ്ഞാലിക്കുട്ടിയുടെയും ഇടപെടലായിരുന്നു ഇതിന് സഹായിച്ചത്. എന്നാൽ ഈ അവസരത്തിലും P.ടി. തോമസിനെ ഒഴിവാക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ P.ജെ. ജോസഫ് നടത്തിയിരുന്നു. എന്നാൽ ജോസഫിന്റെ ഭീഷണിക്ക് വഴങ്ങാൻ ആദർശധീരനായ VM സുധീരൻ തയ്യാറായില്ല. കണ്ടാൽ പരമസാത്വികനെന്ന് തോന്നുമെങ്കിലും കേരള രാഷ്ട്രീയത്തിലെ കട്ടപ്പയാണ് P.ജെ. ജോസഫ് എന്നാണ് P.ടി. തോമസിന്റെ സന്തത സഹചാരിയായിരുന്ന കോൺഗ്രസുകാർ അഭിപ്രായപ്പെടുന്നത്.